ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചൂട്ടാട് ബീച്ചിലേക്കാണ്. അവിടെ ജസ്റ്റ് ആ ഒരു ബീച്ചൊന്ന് കാണാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. അവിടെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പോകുന്നത് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിലേക്കാണ്. കണ്ണൂരിലെ എല്ലാവർക്കും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടാലോ? എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. എന്നാൽ നമുക്ക് നേരെ പോയാലോ? അങ്ങനെ നമ്മൾ ചൂട്ടാട് ബീച്ചിലെത്തി. അവിടെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ദിവസം തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നത്. പക്ഷേ ഫെസ്റ്റിലൊന്നും കയറാൻ നിന്നില്ല. നമുക്ക് നേരെ വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിലേക്ക് പോകണമല്ലോ. അതുകൊണ്ട് അവിടെ ഒന്നും പോകാൻ നിന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് പോയി അവിടെയൊക്കെ ഒന്നെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. വേഗം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഒരു അടിപൊളി വൈബായിരുന്നു. നല്ല കായൽ തീരത്തോടു കൂടി നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ആ ഒരു ഭംഗി കാണാനും ആ ലൈറ്റിൻ്റെ ഡെക്കറേഷനും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് എല്ലാം ഒന്ന് കാണാമെന്ന് കരുതി. നമ്മൾ നേരെ പോയത് പാർക്കിലേക്കാണ്. അവിടെയാണല്ലോ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവുക. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അവിടെ എല്ലാത്തിലും സലാവും സാഹിൽ കയറി കളിച്ചു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി. മക്കളൊക്കെ കൂട്ടിപ്പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് ഗെയിമിംഗ് സെക്ഷനിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ സലാഹിന് ഫുൾ മൂഡ് അടിപൊളിയായി. ഏതിൽ കയറും, ഏത് കളിക്കും, അതിലൊക്കെ ആയിരുന്നു കൺഫ്യൂഷൻ. അങ്ങനെ ഏതിലൊക്കെ കയറും, എന്തൊക്കെ കളിക്കുന്നൊക്കെ അവർ കണ്ടുപിടിച്ചു. സലാഹിൻ്റെ അനിയൻ സാഹിലിനാണെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. അവനാണെങ്കിൽ എല്ലാത്തിലും കയറിയിരിക്കുകയാണ്. അതിൽ കയറണം, ഇതിൽ കയറണം, അങ്ങനെ കാണുന്നതിലൊക്കെ അവൻ കയറി കളിച്ചു. ചിലതിലൊക്കെ കോയിനിട്ടും കളിക്കാൻ തുടങ്ങി. 2 പേർക്കും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെക്ഷനായിരുന്നു ഈ ഗെയിമിംഗ് സെക്ഷൻ. 2 പേർക്കും നല്ല എൻജോയ്മെൻ്റായിട്ട് അവിടെ നിന്ന് കളിക്കാൻ സാധിച്ചു. സലാഹ് തന്നെയായിരുന്നു ഫസ്റ്റ് കളിക്കാൻ തുടങ്ങിയത്. ഈ കാണുന്ന ബൈക്ക് ഗെയിമാണ് അവൻ കളിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നും നോക്കിയില്ല, അതിൽ തന്നെ ഫസ്റ്റ് അവനെ കയറ്റി. വിചാരിച്ച പോലെ കളിക്കാനൊന്നും സാധിച്ചില്ല. എങ്കിലും ഒരു എൻജോയ്മെൻ്റ് പോലെ അവൻ കളിച്ചു. അവൻ്റെ സന്തോഷമാണല്ലോ ഒന്നും കൂടി സന്തോഷം. അങ്ങനെ അവൻ കളിക്കാൻ തുടങ്ങി.
ചിലവ് ഫസ്റ്റ് പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ബോട്ടിൽ പോകണമെന്ന്. പിന്നെ വെള്ളത്തിനായതുകൊണ്ട് അവസാനം കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് അവനെ അതിൽ കയറ്റി. അവനക്ക് അതിൽ കളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സമയമായി. 8:30 ആകുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അവിടെ തന്നെയുള്ളൊരു MRA ഹോട്ടലിലാണ് ഞങ്ങൾ കഴിക്കാൻ പോയത്. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.